നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിക്കാൻ ശ്രമിച്ച ഫ്രറ്റേണിറ്റി പ്രവർത്തകർ അറസ്റ്റിലായ സംഭവത്തിൽ തുടർ നടപടികളുമായി പോലീസ്. ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നെയിം ഗഫൂർ, ജനറൽ സെക്രട്ടറി സയ്യിദ് ടി കെ അടക്കമുള്ളവരാണ് ഇന്നലെ പിടിയിലായത്. അജ്മൽ ദിറാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെയാണ് അഞ്ചരക്കണ്ടിയിലെ ഡെന്തൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കാബാലികരെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുന്നു എന്നാരോപിച്ച് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടും DGP ഓഫീസിന് മുന്നിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കാൻ, ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിക്കാൻ ശ്രമിച്ചത്. ഇതിൽ ആണ് ഇപ്പോൾ നിലവിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകരായ 6 പേർ അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ അടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റിന് ശേഷം പിന്നാലെ തുടർ നടപടികളിലേക്കും പോലീസ് ഇന്ന് കടന്നേക്കും. ഇപ്പോൾ നിലവിൽ സംഭവത്തിൽ പോലീസ് സംസ്ഥാന DGP തന്നെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വിഷയത്തിൽ സംസ്ഥാനത്ത് 52ഓളം ദളിത് സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താൽ സംസ്ഥാനത്ത് വലിയ തോതിൽ ബാധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം, സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരം നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ആരോപണവും അതോടൊപ്പം തന്നെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പുകളുടെ ഭീഷണിയും അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാനും ആ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കാനും നിലവിൽ ക്രൈംബ്രാഞ്ചിനോട് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സംഭവത്തിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന ഡോക്ടർ MK റാമും അതോടൊപ്പം തന്നെ സംഗീത നമ്പ്യാരെയും പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് നിതിൻ രാജിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ദളിത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണം. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കാൻ ശ്രമിച്ചതും ഇവർ അറസ്റ്റിലായതും. ഉന്മേഷ്, അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.